ഹലോ ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ വീട്ടിലെ കറവ പശുക്കളിൽ എങ്ങനെ പാലുൽപാദനം വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. വീട്ടിലെ കറവ പശുക്കൾക്ക് എങ്ങനെ ഭക്ഷണം നൽകണം, എങ്ങനെ അതിൻ്റെ ഫോർമുല കണക്കാക്കണം എന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ വീട്ടിലെ കറവ പശുക്കളിൽ പാലുൽപാദനത്തെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രോപ്പർ ന്യൂട്രീഷൻ. നല്ല മിനറൽസ് അതേപോലെ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ഭക്ഷണം, അതിന് നല്ലൊരു ഫോർമുല ഉണ്ടാക്കി നമ്മുടെ വീട്ടിലെ പശുക്കൾക്ക് നൽകാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ കറവ പശുക്കൾക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ തീറ്റപ്പുല്ലുകൾ നൽകുക. അൽഫ പോലുള്ള തീറ്റപ്പുല്ലുകൾ നൽകുക. അതിൻ്റെ ഒരു ഗിവ് അവേ നമ്മൾ മുമ്പേ നടത്തിയിരുന്നു. ഇനിയും നമ്മളൊരു ഗിവ് അവേ നടത്താൻ വേണ്ടി, തീറ്റപ്പുല്ലുകളുടെ വിത്തുകളുടെ ഒരു ഗിവ് അവേ നടത്താൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. അത് ഉടനെ തന്നെ നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ നമ്മുടെ തൊഴുത്തിൻ്റെ അടുത്ത് തന്നെ ഈ തീറ്റപ്പുല്ലുകൾ വളർത്തി നമുക്ക് ഇതെല്ലാം നമ്മുടെ പശുക്കൾക്ക് നൽകാവുന്നതാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൊഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പശുക്കൾക്ക് എപ്പോഴും ശുദ്ധജലം അവൈലബിൾ ആക്കുക എന്നതാണ്. ഈ ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റമൊക്കെ നമ്മുടെ തൊഴുത്തിൽ ഘടിപ്പിച്ച് പശുക്കൾക്ക് എപ്പോഴും വെള്ളം ലഭ്യമാവുന്ന രീതിയിൽ നമ്മുടെ തൊഴുത്ത് സജ്ജീകരിക്കേണ്ടതാണ്. ഇപ്പോൾ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൊഴുത്ത് നല്ല വൃത്തിയുള്ളതും വായുസഞ്ചാരമുള്ളതുമാക്കുക. ഇത് പശുക്കളിൽ ഒരു പോസിറ്റീവായ ഒരു ഊർജം നൽകുകയും തുടർന്ന് അത് പാലുൽപാദനത്തെ ബാധിക്കുകയും അത് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ തന്നെ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പശുവിൻ്റെ ആരോഗ്യത്തെയാണ്. പശുവിന് കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ആരോഗ്യം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ചോ നമുക്ക് ആരോഗ്യം പരിശോധിക്കാവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ അതിന് ഡിവേമിങ് അതേപോലെ വാക്സിനേഷൻ മരുന്നുകളെല്ലാം നൽകേണ്ടതുണ്ട്. ഒരു പശുവിന് ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് അസുഖം വരുന്നതിന് മുന്നേ ചികിത്സിക്കുന്നതാണ്. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പാലുൽപാദനത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പശുവിൻ്റെയും ആരോഗ്യം, ഈ അസുഖം വരാതെ നോക്കൽ ഓരോ കർഷകൻ്റെയും ആവശ്യമാണ്. അടുത്തതായി പശുവിൻ്റെ പാലുൽപാദനത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ് കറവ രീതികൾ. ദിവസവും 2-3 വട്ടമാണ് മിക്ക കർഷകരും കറക്കാറുള്ളത്. അപ്പോൾ ഇത് കൃത്യമായ ഒരു സമയം നിശ്ചയിച്ച് എന്നും ആ സമയത്ത് തന്നെ കറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കറക്കുമ്പോൾ തന്നെ അകിടെല്ലാം നല്ല വൃത്തിയാക്കി തന്നെ കറക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി ഓരോ കർഷകനും ശ്രദ്ധിക്കേണ്ടത് അവരുടെ പശുക്കളുടെ ആരോഗ്യസ്ഥിതിയാണ്. ഒരു പശുവിന് അതിൻ്റെ വെയിറ്റ് കൂടിപ്പോയാലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലോ അത് അതിൻ്റെ പാലുൽപാദനത്തെ ബാധിക്കും. ഒരു പശുവിൻ്റെ വെയിറ്റ് അത് അതിൻ്റെ ഉയരത്തിനും പ്രായത്തിനും അനുസരിച്ചുള്ളതായിരിക്കണം. എന്നാലേ കൃത്യമായ ഒരു അളവിനുള്ള പാല് നമുക്ക് ലഭിക്കൂ. അവസാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൊഴുത്തിൽ ഈച്ച, ചെള്ള് തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫാന് നമ്മൾ സ്ഥാപിക്കുക. ഈ ഫാന് ഉള്ളത് മൂലം പശുവിൻ്റെ ചൂട് കൊണ്ടുള്ള സമ്മർദ്ദം പശുവിന് കുറയുന്നു. അതേപോലെ തന്നെ ഈ ചെള്ളിൻ്റെയും ഈച്ചയുടെയും ഒക്കെ കടി അതുമൂലം ഒരുപാട് ചോര ഈ പശുക്കളിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പാലുൽപാദനത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഈ ഈച്ചയെയും ചെള്ളിനെയും ഒക്കെ എങ്ങനെ നമ്മുടെ തൊഴുത്തിൽ നിന്ന് അകറ്റി നിർത്താം, എന്നിട്ട് എങ്ങനെ ഒരു 1 മുതൽ 1.5 ലിറ്റർ വരെ പാലെങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോക്കി കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ പശുക്കളിൽ ഒരു പരിധിവരെ നമുക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ മുമ്പേ 2 വീഡിയോ ചെയ്തിരുന്നു, പാലുൽപാദനം വർദ്ധിക്കാൻ എങ്ങനെയുള്ള മരുന്നുകളാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ അതിൽ നോക്കി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ DairyDosth ആപ്പ് എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ. കാറ്റിൽസിനെ അതിൽ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.